ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായ അൻസിബയ്ക്കെതിരെ എതിരാളികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം താരം അത്ര സജീവമല്ല എന്നാണ്. വീടിനുള്ളിൽ അധികം ആക്റ്റീവായി കാണാത്ത അൻസിബ അധിക സമയവും കട്ടിലിലുമായിരിക്കും. ഇതേ തുടർന്ന് കട്ടിൽ റാണി എന്ന പേര് ബിഗ് ബോസിന് അകത്തും പുറത്തും അൻസിബയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ബിഗ് ബോസിലെ യഥാർത്ഥ മൈൻഡ് ഗെയിമർ അൻസിബയാണെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. ഇക്കഴിഞ്ഞ വീക്കിൽ ശ്രീരേഖയും ശരണ്യയും പുറത്തായതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും അൻസിബയായിരുന്നുവെന്നും മനസ്സിലാക്കാം. ഫിസിക്കൽ ഗെയിം മാത്രമാണ് ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ഈ പ്രേക്ഷകൻ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. അൻസിബ എന്ന മൈൻഡ് ഗെയിമർ ഹേറ്റേഴ്സിൻ്റെ മാത്രം സംശയമാണ്. അൻസിബ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അതിനുള്ള ഉത്തരമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷനിൽ നിങ്ങൾ കണ്ടത്. ആദ്യ ആഴ്ച മുതലുള്ള കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതേവരെ ഹൗസിനുള്ളിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത ശരണ്യയെ കാരണസഹിതം പവർ ടീമിന് മുന്നിൽ അവതരിപ്പിച്ച് നോമിനേഷനിൽ ഇട്ടതിൽ പ്രധാന പങ്ക് വഹിച്ചത് അൻസിബയാണ്. ആക്ടിംഗ് ക്യാരക്ടറിന് മുകളിൽ യാതൊരുവിധ കണ്ടന്റുമില്ലാത്ത ശ്രീരേഖയും വ്യക്തമായ കാരണം പറഞ്ഞ് അൻസിബ നോമിനേറ്റ് ചെയ്തിരുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും ഹൗസിനുള്ളിൽ യാതൊരുവിധ ചലനവും ഉണ്ടാക്കാത്ത ശ്രീതുവായിരുന്നു അൻസിബ നോമിനേറ്റ് ചെയ്ത മറ്റൊരാൾ. ഇവരിൽ ശ്രീരേഖയും ശരണ്യയും എന്നേക്കുമായി ബി ഹൗസിനോട് വിട പറഞ്ഞിരുന്നു. ഈ 3 വ്യക്തികളോടും അൻസിബ വ്യക്തിവൈരാഗ്യം തീർത്തു എന്നതല്ല നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇവരിൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായും പുറത്താകും എന്ന ഒരു റിയൽ ബി ഗെയിമറുടെ വീക്ഷണ പാടവത്തോടെയാണ് നിങ്ങൾ ഇവിടെ കാണേണ്ടത്. ജാസ്മിനോടോ അപ്സരയോടോ അൻസിബയ്ക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്തില്ല? അൻസിബ എന്ന വ്യക്തിക്ക് ഗെയിമാണ് മുഖ്യം. ആരാണ് വീക്കെന്നും ആരെ നോമിനേറ്റ് ചെയ്താലാണ് ഗുണമുള്ളൂ എന്നതുമുള്ള തീക്ഷ്ണമായ ദീർഘവീക്ഷണമുള്ള ആളാണ് സീസൺ 6 ഈ മിടുക്കി.